ഒരു സിനിമയുടെ യഥാർത്ഥ ജീവൻ എന്ന് പറയുന്നത് നല്ലൊരു കഥയും ആ കഥ വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധായകനുമാണ്. അല്ലാതെ ഒരുപാട് താരമൂല്യമുള്ള നടന്മാരോ അതുപോലെ തന്നെ ഒരുപാട് മുതൽമുടക്കോ ഒന്നും തന്നെ നല്ലൊരു സിനിമയ്ക്ക് ആവശ്യമില്ല. ആവശ്യമായ ബഡ്ജറ്റ് മാത്രം മതി നമുക്കൊരു സിനിമ വിജയിപ്പിക്കാൻ. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് നല്ലൊരു കഥയും നല്ലൊരു സംവിധായകനും ഉണ്ടെങ്കിൽ സിനിമ വിജയിച്ചു എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിറങ്ങിയ ആസിഫ് അലി ചിത്രമായിട്ടുള്ള കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന സിനിമ. ദിൻജിത്ത് അയ്യദിനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നല്ലൊരു സംവിധാന മികവ് തന്നെ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഏത് വശം നോക്കിയാലും നമുക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയ എല്ലാവരും ഒരുപോലെ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് പറയാൻ കാരണം. ഏതൊരു വശം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംവിധാനത്തിൻ്റെ വശം നോക്കുകയാണെങ്കിൽ നല്ല മികച്ച ഒരു സംവിധാനം, അതുപോലെ തന്നെ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാള സിനിമ പ്രേമികൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു കഥയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിനിമ പറഞ്ഞിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിൽ അഭിനയിച്ച വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി, അതുപോലെ തന്നെ ജഗദീഷ്. സിനിമയിൽ വന്നു പോകുന്ന ഏതൊരു കഥാപാത്രവും എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വശം എന്ന് പറയുന്നത് സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണും മനസ്സും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന അടിപൊളി ഛായാഗ്രഹണം. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഛായാഗ്രഹണം അടിപൊളിയാണ്. അതിനനുസരിച്ചിട്ടുള്ള നൈസ് ആയിട്ടുള്ള BGM കാര്യങ്ങൾ കൂടി വരുമ്പോൾ സിനിമ വേറൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമ ഒട്ടും ഹൈപ്പില്ലാതെ വന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സിനിമ കണ്ടിറങ്ങിയ എല്ലാവരുടെയും മനസ്സിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ അനുഭവം, അതുപോലെ തന്നെ ആ സിനിമയുടെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവില്ല. അത്രയേറെ മികച്ചൊരു സിനിമയായിട്ട് നമുക്ക് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന ഈ സിനിമയെ വിലയിരുത്താം. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ സിനിമയെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അത്രയും മികച്ച സിനിമയാണ്. തിയേറ്ററിൽ പോയിട്ട് കുട്ടികളുമായിട്ടും ഫാമിലിയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി മറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, മറ്റു റിവ്യൂസും കാര്യങ്ങളും കാണേണ്ട ആവശ്യമില്ല. നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം എന്ന് പറയുന്ന ഈ സിനിമ. തിയേറ്ററിൽ പോയിട്ട് കണ്ടവർ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും നാളെ നമ്മളെ കൊണ്ടൽ സിനിമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമ റിവ്യൂസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം.